ഇഞ്ചക്ഷനാ പതുക്കെ കുത്തുന്ന സിസ്റ്ററെ. എനിക്ക് ഇഞ്ചക്ഷനും ഭയങ്കര പേടിയാ. സ്ലോ മോഷനിൽ കുത്താൻ എനിക്ക് അറിയില്ല ബ്രദറെ. ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ഹലോ, അതെ പപ്പനാ, ഡോക്കോമോ പപ്പൻ. ഓഹോ, അപ്പൊ ഇവനാണ് ഡോക്കോമോ പപ്പൻ അല്ലേ? ഓക്കെ ഓക്കെ സിസ്റ്ററെ, ഇഞ്ചക്ഷൻ കഴിഞ്ഞ നമ്പർ തരണേ. ഹലോ. ആ ഇല്ലില്ല, ഇന്നലെ എത്തിയതേ ഉള്ളൂ. അതെ അതെ, ഇല്ല ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ആ ഓ ഇറ്റ് വാസ് ഫൈൻ. ഓപ്പറേഷൻ കഴിയുന്നത് വരെ വലിയ ടെൻഷനായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഭംഗിയായി. ആ ആ ഇല്ല ആന്റി. അതെ അതെ, ആ താങ്ക്സ് ആന്റി. കഴിക്കൂ. ഏയ് നോ നോ, എല്ലാ ക്രെഡിറ്റും ഹരിയേട്ടനാ. ഇവിടെ കൊടുക്കൂ. ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഹരിയേട്ടാ ദാ ഫോൺ. ആന്റിയാ, ശ്രീദേവി ആന്റി. ഹലോ. ആന്റി, എടുത്തോളൂ. താങ്ക് യു. അല്ല, പിന്നെ ഇതിന് എനിക്ക് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സ്തുതിയും ദൈവത്തിന്. ഗൗരിമോളുടെ സംസാരം ഒന്ന് കേൾക്കാതെ ഇരിക്കപ്പുറത്തിയില്ല എന്റെ മോനെ എന്ന് കരുതി വെറും കൈയോടെ വരാൻ പറ്റുമോ? കുറച്ച് ഉണ്ണിയപ്പം പായസം ഉണ്ടാക്കി. ഗൗരിക്കത് വലിയ ഇഷ്ടാണല്ലോ. എവിടെ എന്റെ മോള്? ഒന്ന് കാണട്ടെ. മോളെ, മോളെ അച്ഛത് പിടിച്ചേ. എടുത്തി അമ്മേ, സിമേ. സന്തോഷായി മോളെ. ഇവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നീ ഇവിടെ നിൽക്കുകയാണോ? വിശ്വനാഥമേനോനും ഫാമിലി എത്തിയിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നേ. ഇതേതായാലും ശരിയായില്ല. നമ്മൾ വന്നത് ഗൗരിയടുത്തെ കാണാൻ തന്നെയാ. ഓ, നമ്മള് പണക്കാരല്ലോ. സീമേ, ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ക്ഷമിക്കണം, ഒന്നും തോന്നരുത്. അവള് സംസാരിച്ചു കേട്ടപ്പോ എല്ലാവരും ചേർന്ന് അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. അങ്ങനെ ഒരു വായാടിയായിരുന്നല്ലോ അവള്. നിങ്ങളിരിക്കേ. ഏയ്, ഇവള് പറയുന്നത് നീ കാര്യാക്കണ്ട. ഇവളൊരു പൊട്ടിപ്പെണ്ണ. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ. ആ, ഇത് ഗൗരിക്ക് കൊടുത്തേക്ക്. അല്ലമ്മ, ഞാൻ ഗൗരി ഇപ്പൊ വരും. സാരമില്ല മോനെ. ദാ ഉണ്ണി, ഉണ്ണി, ഉണ്ണി. ഗൗരി എവിടെ? ഒന്നും പറയണ്ട എന്റെ മോനെ. നേരം വെളുത്തപ്പ കേറിയതാ മ്യൂസിക് റൂമില്. ഗൗരി ഹരിമോനുവേ, ആ മുറി ഇപ്പൊ തുടയ്ക്കുന്നു, തൂക്കുന്നു, പൊടി തട്ടുന്നു, മിനുക്കുന്നു. ഓ, ആ മുറി ഇപ്പൊ ഒന്ന് കാണണം. എന്തൊരു ഭംഗിയാ. ഇനി ഒരിക്കലും ആ മുറി പൂട്ടിയിടില്ലെന്നാ ഗൗരി പറഞ്ഞത്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അവൾക്ക് അത്ര പ്രിയപ്പെട്ടത് ആ മുറി. ആ മോനെ അതൊക്കെ ചെന്നൊന്ന് കാണും.
എങ്ങനെയുണ്ട് നമ്മുടെ മ്യൂസിക് റൂം? പൊടിയും മാറാലെ മറ്റേ മ്യൂസിക് റൂം ആവുമോ? സ്വരം വേണം, നീ പാടി തുടങ്ങണം. ഇതിന്റെ സ്ട്രിങ്സ് എന്നേരെയാക്കി? നമ്മളന്ന് സർജറിക്ക് പോയപ്പോ അച്ഛൻ ശരിയാക്കിയതാ. ആ, ഇത് പൊട്ടിയ ദിവസം ഓർമ്മയുണ്ട? പിന്നെ ആ കോൺസേർട്ടിന്റെ തലേ ദിവസം എന്തൊരു മേളായിരുന്നു. ബാലകൃഷ്ണൻ മോസതും രാമകൃഷ്ണൻ മാഷും മാധവനങ്ങൾ വരെ പാടി. ഞാൻ പോണതിന് മുമ്പ് നമുക്ക് വേണം അങ്ങനെ ഒരു ദിവസം. അതെ, നിനക്ക് പാടണം തോന്നുന്നുണ്ടോ? പാടണമെന്നുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല. അതൊക്കെ പാടി തുടങ്ങുമ്പോ താനേ വന്നോളൂ. ഒന്ന് തുടങ്ങാനാ പാട്. അങ്ങനെ മ്യൂസിക് റൂമും ഓപ്പൺ ചെയ്തു. ഒരു വെടിച്ചില് വാർത്തയുമായിട്ടാണ് നമ്മുടെ കോളേജ് മാനേജറുടെ വരവ്. പ്രിൻസിപ്പൽ അച്ഛനും പഴയ കോളേജ് ഫ്രണ്ട്സും മോളെ കാണാൻ വരുന്നു. ശരിക്കും? അതെ മോളെ, വിവരങ്ങളെല്ലാം പാപ്പച്ചൻ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. പാവം പ്രിൻസിപ്പൽ അച്ഛൻ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടേയില്ല. അതെന്താ? മനഃപൂർവ്വം തന്നെയാ. ശബ്ദം നഷ്ടപ്പെട്ട എന്നെ ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തില്ലായിരുന്നു. എന്റെ വലിയ ഫാനായിരുന്നല്ലോ അച്ഛൻ. പിന്നെ പ്രിൻസിപ്പൽ അച്ഛൻ മാത്രമല്ല വരുന്നത്, കൂടെ എന്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ണേട്ടിനെ കാണാൻ പോണേ. അതുകൊണ്ടേ നല്ല സ്മാർട്ട് ആയിരിക്കണം. എന്നാ നോക്കിക്കോ, ഞാനൊരു സുന്ദര കുട്ടപ്പനായി അവരുടെ മുന്നിൽ അവതരിച്ചിരിക്കും. പോരെ? താങ്ക് യു. ഗുഡ് മോർണിംഗ്. നമസ്കാരം അച്ഛൻ. ഗുഡ് മോർണിംഗ് ഫാദർ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിളി വീണ്ടും കേൾക്കാൻ. കർത്താവിന് സ്തുതി. ഗോഡ് ഈസ് ഗ്രേറ്റ്. എടാ ആൽബിയെ, നീ എങ്ങ് കോലം കെട്ട് പോയല്ലോ. ജീവിച്ചു പോട്ടണ്ണ. ശ്രുതി, കെട്ടിയോനെ എവിടെ കെട്ടിട്ടു? വീട്ടിലുണ്ട്. അയാൾക്കത് തന്നെ നല്ലത്. ഒരു പണി കൊടുക്കണേ ഇങ്ങനെ കൊടുക്കണം. എടോ, തനിക്ക് അമേരിക്കയിൽ പോയിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. അച്ഛൻ വെഞ്ചരിച്ച് ചെന്ന വയലിലും കൊണ്ടല്ലോ അങ്ങോട്ട് പോയത്. ആരൊക്കെ വന്നാലും ഞാൻ മേക്കപ്പ് ഇത്രേ ഇടൂ. ആ, മാധവന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നു ഫാദർ. ആ, അല്ല, ഒരാളെ മാത്രം കണ്ടില്ല. ഹസ്ബൻഡ് എവിടെ? ഞാൻ വിളിക്കാം. യു ക്യാരി ഓൺ, ഞാൻ വിളിക്കാം. അച്ചോ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നീ ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അവിടെ. യെസ്, ഐ ആം എ കംപ്ലീറ്റ് മാൻ. ഹലോ പ്രിൻസിപ്പാൾ ഇളയച്ചി. ഇളയച്ചി അങ്ങനെയല്ലല്ലോ. ഹലോ പ്രിൻസിപ്പാൾ അച്ഛൻ. ഓക്കെ. കാക്ക കുളിച്ച കൊക്കാവില്ലടിയ. താഴേക്ക് നീ പോകണ്ട. അവിടെ വന്നിരിക്കുന്നതേ നല്ല കാശുള്ള വീട്ടിലെ പിള്ളേരാ. നിനക്ക് കാശോ ഇല്ല, ആണുങ്ങളെ പോലെ സംസാരിക്കാനുള്ള കഴിവും ഇല്ല. അവരുടെ മുന്നിലൊരു കോമാളിയായി നിന്ന് എന്റെ പെങ്ങളെ നീ നാറ്റിക്കരുത്. പറഞ്ഞനുസരിക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ ഭാര്യ പറഞ്ഞൊരു വാക്കിന്റെ പുറത്താണ് നിന്റെ ഈ നെകളിപ്പെങ്കിൽ തെറ്റി. എന്ത് വില കൊടുത്തും നിന്നെ തടയാൻ ഇപ്പൊ എന്നെ പറഞ്ഞേച്ചതും അവള് തന്നെയാ. എന്താ വിശ്വാസം വരുന്നില്ലേ? ശബ്ദം തിരിച്ചു കിട്ടിയ ഗൗരിയുടെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഒരു ബാധ്യതയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് നേടി മനസ്സിലാവും. ഇതൊന്നും പറഞ്ഞ നിന്റെ തലേ കയറില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യുമല്ലോ. ഊമയായ പെണ്ണിനെ വരെ നീ കെട്ടിയില്ലേ? ദാ പണം. 4 ആളുടെ മുന്നിൽ ഭർത്താവായി വേഷം കെട്ടി അപമാനിക്കാതിരിക്കാൻ ഭാര്യ തന്ന കൂലിയാ. ഈ കാശും വാങ്ങി സ്ഥലം വിടാൻ നോക്കടാ. പോടാ, പോ. ഈ നല്ല വാർത്ത എനിക്ക് സമ്മാനിച്ചതുപോലെ തിരിച്ചു നൽകാനുകൊണ്ട് എനിക്കൊന്ന്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിക്കാൻ പോകുന്നു. ഈ വരുന്ന 15th കോളേജ് ഡേ സെലിബ്രേഷൻസ്. ഒപ്പം എൻ്റെ സെൻഡ് ഓഫും.